ഗാസയ്ക്കെതിരെയുള്ള ഇസ്രായേൽ ഉപരോധം തകർക്കാൻ ലക്ഷ്യമിട്ട് 20 ബോട്ടുകൾ ബാഴ്സലോണയിൽ നിന്ന് പുറപ്പെട്ടു. മരുന്നും ഭക്ഷണ കിറ്റുകളും നിറച്ച ബോട്ടുകളാണ് ഗാസ മുനമ്പിലേക്ക് നീങ്ങുന്നത്. ഗ്ലോബൽ സുമന്ത് ഫ്ലോറ്റിലയിൽ ഗാസയ്ക്ക് വേണ്ട അത്യാവശ്യ സഹായം എത്തിക്കലാണ് ലക്ഷ്യമിടുന്നതെന്ന് സന്നദ്ധ പ്രവർത്തകർ പറഞ്ഞു. 44 രാജ്യങ്ങളിൽ നിന്നുള്ള 20 ബോട്ടുകളും ഒട്ടേറെ പ്രതിനിധി സംഘങ്ങളും അടങ്ങുന്ന കടൽയാത്ര ഗാസയിലെ ഇസ്രായേൽ ഉപരോധം കടൽ വഴി തകർക്കുന്നതിനുള്ള ഇതുവരെയുള്ള ഏറ്റവും വലിയ ശ്രമമാണെന്ന് അവകാശപ്പെടുന്നു. ഗാസ മുനമ്പിലേക്കുള്ള യാത്രയിൽ വരും ദിവസങ്ങളിൽ ഇറ്റലിയിലെയും ടുണീഷ്യയിലെയും തുറമുഖങ്ങളിൽ നിന്നുള്ള കൂടുതൽ കപ്പലുകൾ അവരോടൊപ്പം ചേരുമെന്ന് സംഘാടകർ പറയുന്നു. യാത്രയുടെ അവസാന ഘട്ടത്തിൽ ഏകദേശം 70 ബോട്ടുകൾ പങ്കെടുക്കുമെന്ന് ഫ്ലോറ്റില്ല വക്താവ് സെയ്ഫ് അബുഗ ഷേഖ് മാധ്യമങ്ങളോട് പറഞ്ഞു. സെപ്റ്റംബർ 14 അല്ലെങ്കിൽ 15ഓടെ കപ്പലുകൾ ഗാസയിൽ എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ ടൂൻബർഗ്, ചരിത്രകാരൻ ക്ലിയോനിക്കി അലക്സോ പൗലോ, മനുഷ്യാവകാശ പ്രവർത്തകൻ യാസ്മിൻ അസർ, പരിസ്ഥിതി പ്രവർത്തകൻ തിയാഗോ ആവില, അഭിഭാഷക മെലാനി ഷൈസർ, ശാസ്ത്രജ്ഞൻ കാരൻ മൊയ്നിഹാൻ, ഫിസിസിസ്റ്റ് മരിയ എലേനെ ദെലിയ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ഫ്ലോട്ടില്ലയിലുണ്ട്. മാസങ്ങൾക്ക് മുൻപ് ഗാസയിലേക്ക് ഫ്ലോട്ടില്ലയിൽ യാത്ര ചെയ്തതിനെ സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തക ഗ്രേറ്റ ടൂൻബർഗിനെ ഇസ്രായേൽ നാടുകടത്തിയിരുന്നു. അതേസമയം ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാമിന്റെ വക്താവും കമാൻഡറുമായ അബു ഉബൈദ ഗാസയിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. യുദ്ധമേഖലയായി പ്രഖ്യാപിച്ച ഗാസ സിറ്റിയിൽ ഇസ്രായേൽ പുതിയ സൈനിക നടപടികൾക്ക് തുടക്കമിട്ട വെള്ളിയാഴ്ചയാണ് ഉബൈദയെ അവസാനമായി കണ്ടത്. എന്നാൽ ഇസ്രായേലിന്റെ അവകാശവാദത്തോട് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഹമാസിന്റെ ഗസ്സാം ബ്രിഗേഡുകളുടെ ദീർഘകാല വക്താവായ ഉബൈദയെ ഇസ്രായേൽ ആക്രമിച്ചതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ആക്രമണം മാരകമായിരുന്നോ എന്ന് ആ സമയത്ത് വ്യക്തമല്ലായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഈ ചോദ്യത്തിന് മറുപടി നൽകാൻ ആരുമില്ലെന്ന് ഞാൻ കരുതുന്നു എന്നാണ് അബു ഉബൈദയ്ക്ക് നേരെയുള്ള ആക്രമണം സംബന്ധിച്ച് മന്ത്രിസഭായോഗത്തിൽ നെതന്യാഹു പറഞ്ഞത്. ഇതിനിടെ ഹമാസിന്റെ സൈനിക ശേഷി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ സേന കൂടുതൽ ശക്തമാക്കി. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഹമാസിന്റെ മിക്ക ഉന്നത കമാൻഡർമാരെയും ഇസ്രായേൽ വധിച്ചു. ഗാസയിൽ ഹമാസിന്റെ അവശേഷിക്കുന്ന അവസാന കമാൻഡർമാരിൽ ഒരാളായിരുന്നു ഉബൈദ. ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിനെതിരെ ഹമാസിന്റെ സൈനിക വിഭാഗം സുസജ്ജമാണെന്ന് അബു ഉബൈദ ദിവസങ്ങൾക്ക് മുൻപ് പ്രസ്താവന നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഉബൈദയെ വധിച്ചതായുള്ള റിപ്പോർട്ടും പുറത്തുവന്നത്.